ഹായ് അമീസ്, ആരേഷ്വ സീസൺ 2 6th എപ്പിസോഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അത് ഓൾറെഡി ചെയ്തതാണ് എന്നല്ലേ, പക്ഷെ ഒരു അബദ്ധം പറ്റി ഗൈസ്. എന്താന്ന് വെച്ചാ 6th എപ്പിസോഡാണെന്നും പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ശരിക്കും 7th എപ്പിസോഡാണ്. ഇതാണ് ശരിക്കും 6th എപ്പിസോഡ്. സോറി ഗൈസ്, റിയലി സോറി. അപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ അവർ ശരിക്കുള്ളത് സ്വിറ്റ്സർലാൻഡിൽ തന്നെയാണ്. ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റൂ ഉണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത്. അതായത് ജിമിൻഷി കുക്കിനോട് നീ ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുത്തോ, ഞാനാണിന്ന് കുക്കിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഉണ്ടാക്കാനൊന്നും അറിയൂല, ഒക്കെ ഫോണിൽ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. എന്തിന് വെജിറ്റബിൾ വരെ കട്ട് ചെയ്യുന്നത് ഫോണിൽ നോക്കിയിട്ട്, എന്നാലും ഉണ്ടാക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൂക്കി കഴിക്കാൻ വന്നു. കഴിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ കൂക്കി പോയി പോർക്ക് ബെല്ലി ഫ്രൈ ചെയ്തോണ്ട് വരുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും രാത്രിയായി. നെക്സ്റ്റ് കാണിക്കുന്നത് ഗെയിം സെക്ഷനാണ്. നാളെ രാവിലെ അവര് സൂറിച്ചിക്ക് പോകുന്നുണ്ട്. അതിന്റെ അലവൻസിന് വേണ്ടിയിട്ടാണ് ഗെയിം. ഇനി ഗെയിം എന്താന്ന് വെച്ചാൽ ബ്ലൈൻഡ് ടെസ്റ്റ് ആണ്. കണ്ണ് കെട്ടി ഓരോ ഫുഡ് ഐറ്റംസ് കൊടുക്കും. അത് എന്തൊക്കെയാന്ന് പറയണം. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കോമഡിയാണ്. ഫുൾ കോൺഫിഡൻസിലാണ് ജിമിൻഷി തെറ്റുത്തരം പറയുന്നത്. അടുത്ത റൗണ്ടാണ് അതിനേക്കാൾ വലിയ കോമഡി. നമ്മൾ വെറുതെ വായും പൊളിച്ച് ചിരിച്ചോണ്ടിരിക്കും. നമ്മുടെ കാർബണോറ ലാച്ചിമലോല അതില്ലേ, ഏകദേശം അതുപോലത്തെ ഒരു ഗെയിം. ജിമിൻഷിയാണ് ഫുള്ള് കോമഡി. ജിമിൻഷി പറയുന്നത് കുക്കിക്കുണ്ടോ മനസ്സിലാവുന്നത്. ലാസ്റ്റ് ജിമിൻഷിയുടെ അടുത്ത് നിന്ന് കുക്കിക്ക് അടി വരെ കിട്ടും തോന്നി. അങ്ങനെ ലാസ്റ്റ് ഒരു 12:30 ഒക്കെ ആയപ്പോ ഗെയിം കഴിഞ്ഞു. ഒരു 150 ഫ്രാൻസും കിട്ടി. പിന്നെ ഇവരുടെ ഡിജിറ്റൽ മിനിമലിസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫോണൊക്കെ ഒരു കൂട്ടിലിട്ട് അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ അവര് സമയം പോകാൻ വേണ്ടിട്ട് വേറെ എന്തൊക്കെ ഗെയിം കളിക്കുന്നുണ്ട്. മാനേജർ ഇരുന്ന് 5th എപ്പിസോഡിന്റെ ക്ലിപ്സ് ഒക്കെ കാണുന്നുണ്ട്. അതായത് ആ കുളത്തിന്റെ അവിടുന്ന് താറാവ് കുക്കിനെ കൊത്താൻ വന്നില്ലേ, ആ സീന്. അത് കണ്ടിട്ട് ഇവരെന്നെ കുറെ നേരം നിന്ന് ചിരിക്കുന്നുണ്ട്. കൂക്കിയാണെങ്കിൽ പാവം, ഞാൻ അന്നേരം പേടിച്ച് ചത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ മിനിമലിസം കഴിഞ്ഞു, അതുകൊണ്ട് ഫോണൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവര് ഉറങ്ങാൻ പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് കൂക്കി കിടന്നൊക്കെയാണ് ബ്രഷ് ചെയ്യണത്. പിന്നെ രണ്ടാളും സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി പോകുന്നുണ്ട്. ട്രെയിനിലാണ് പോണത്. അതിന്റെ ഇടയ്ക്ക് ജിമിൻഷി കൂക്കിന്റെ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. കൂക്കിയാണെങ്കിൽ സമ്മതിക്കണില്ല. പിന്നെ സ്നാക്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വേറൊരു ചെറിയ ട്രെയിനിൽ കയറി. പിന്നെ അതിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡിനൊക്കെ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഡിന്നറിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. വലിയൊരു വാളൊക്കെ ഉണ്ടായിരുന്നു ഫുഡിന്റെ കൂടെ. കൂക്കി പിന്നെ അതുമ്മ കുറെ കളിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കഴിച്ച് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് കാറി കയറി. രണ്ടാളും ബിയർ കുടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. സോ മാനേജറാണ് ഡ്രൈവ് ചെയ്തോണ്ടിരുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ളൂ. പിന്നെ അവര് ഹോട്ടലിലോട്ട് എത്തി. ജിമിൻഷി ആ ഹോട്ടലിന്റെ വിന്ററിലുള്ള ഫോട്ടോ കൂക്കിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് കൂക്കിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. വിന്ററിൽ വീണ്ടും ഒന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അമ്മേനെയും അച്ഛനെയും കൊണ്ടുവരണം, അവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെ കൂക്കി പറയുന്നുണ്ട്. പിന്നെ അവർ അതിന്റെ ഉള്ളിലോട്ട് കയറി റൂമിലെത്തി. ജിമിൻഷിന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്തെന്ന് പറഞ്ഞിട്ട് കൂക്കിക്ക് ഒരിളക്കം. അതിപ്പോ എന്തിനാ അങ്ങനെ ഒരിളക്കം? പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അവിടെ പോയിരുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒരാൾ വന്ന് വെള്ളം വെച്ചു കൊടുത്തോണ്ട് പോയി. പിന്നെ ആരും കാണുന്നില്ല. കുറെ നേരം അവിടെ ഇരുന്ന് ആക്ഷൻ ഒക്കെ ഇട്ട് വിളിച്ചു കൂവിയപ്പോ ഒരാൾ വന്ന്. പിന്നെ നമ്മുടെ ഹോപ്പേട്ടന്റെ കിലിനിറ്റുകളിനൊക്കെ സ്റ്റെപ്പ് ഇടുന്നുണ്ട്. ആക്ച്വലി ദീസ് ടു ഗൈസ് ആർ ഒബ്സസ്ഡ് വിത്ത് കിലിനിറ്റുകൾ. എവിടെ ചെന്നാലും ജയ് ഹോ. പിന്നെ ഓർഡർ ചെയ്ത ഫുഡ് വന്നു, കഴിച്ചു, പോന്നു. പിന്നെ നൈറ്റ് വാക്കിന് പോണതാ കാണിക്കുന്നത്. കുറെ അരയന്യങ്ങളുള്ള ഒരു തടാകം കാണിക്കുന്നുണ്ട്. കൂക്കി ആ അരയന്യങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ നേരം ഓരോന്ന് പറഞ്ഞ് റൂമിലെത്തി. വീണ്ടും കിലിനിറ്റുകൾ. ജിമിൻഷി അതിന്റെ ഡാൻസ് ചലഞ്ച് ചെയ്യായിരുന്നു. കൂക്കി ആണെങ്കിൽ താഴെ കിടന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ജിമിൻഷി ഇത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് ഉറങ്ങി രാവിലെയായി കാറിക്കേറി പോണതാണ് കാണിക്കുന്നത്. പോണത് എങ്ങോട്ടാ? ബാക്ക് ടു കൊറിയ. പക്ഷെ രണ്ടാൾക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കള്ളം പറയല്ലേ, ഞങ്ങളിപ്പോ ഇതിന് അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യമാണ്, അവർ തിരിച്ചു കൊറിയക്ക് പോവാണ്. ഫ്ലൈറ്റ് കയറി കൂക്കി ഉറങ്ങി. ജിമിൻഷി ഫുഡ് കഴിച്ചു. ജിമിൻഷി ഉറങ്ങി. പിന്നെ കൂക്കി എണീറ്റു. കൂക്കിക്ക് ക്രൂ വന്നിട്ട് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒന്നെടുത്തോ, ഒന്നും കൂടെ എടുത്തോ, അല്ല വേണ്ട ഫുൾ എടുത്തോ. എന്നിട്ട് ആ ബോക്സ് മൊത്തം കുക്കിക്ക് കൊടുത്ത്. കുക്കിക്കാണെങ്കിൽ മധുരം ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയി. എന്നിട്ട് കുറച്ചെടുത്ത് കഴിച്ച് സ്റ്റാഫിനും കൊടുക്കാന്ന് പറഞ്ഞ് ബാക്കി എടുത്ത് വെച്ചു. എന്നിട്ട് കുക്കിയും കിടന്നു. അപ്പൊ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ 8th എപ്പിസോഡിൽ കാണാം. ബൈ അമീസ്.